ഇന്ന് നല്ല നാടൻ വൻപയർ എങ്ങനെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. 7 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത വൻപയറിന് ഒരു കുക്കറിലേക്കിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഏകദേശം 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനിയൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഏകദേശം 5-6 വെളുത്തുള്ളി ചതച്ചത് ചേർത്തൊന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയും ജീരകവും മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഏകദേശം 1.5 കപ്പ് തേങ്ങയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തേങ്ങയെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച വൻപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി പയറിലെ അധിക വെള്ളം ഒന്ന് വറ്റാനും പയർ ഒന്നുകൂടി ഒന്ന് പാകമാവാനും നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരുപോലെ നമുക്ക് രുചികരമായിട്ട് കൂട്ടാവുന്ന ഒരു തോരനാണ്. വളരെ പോഷക ഗുണവും ഉണ്ട് ഇതിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.